യെസ്, കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒട്ടനേകം പേര് എന്തായാലും ഒരിക്കലെങ്കിലും, ഞാൻ വിചാരിച്ചത് എനിക്കൊന്നും മൈഗ്രെയിന് ഒരിക്കലും ജീവിതത്തിൽ വരില്ല എന്നാണ്. ഞാൻ പോലും ഒരു 3-4 മാസം മുന്നേ ഒരു 3 ദിവസത്തെ ഒരു മൈഗ്രെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. അത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ വരുന്നത്. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് അതികഠിനമായ വേദനയാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുന്നത്. അതിനു മുന്നേ എത്രയോ പേര് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൈഗ്രെയിൻ്റെ ശരിക്കുള്ള ആ ഒരു വേദന അപ്പോഴാണ് ഞാൻ അനുഭവപ്പെടുന്നത്. പല രീതിയിലാണ് ഉണ്ടാകുന്നത്. പലവർക്കും ചിലപ്പോൾ ഒരു സൈഡിലോട്ടായിരിക്കും വേദന, അല്ലെങ്കിൽ കണ്ണിനുള്ളിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പുറകുവശത്തിലായിട്ട് ഒക്കെ ഉണ്ടാകും വേദനകൾ. എനിക്ക് വന്നത് കണ്ണിനുള്ളിലാണ് എനിക്ക് വേദന വന്നത്. 2 കണ്ണിലും. കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, എന്ത് ചെയ്താലും കാര്യമില്ല. 3 ദിവസം തുടർച്ച ഉണ്ടായിരുന്നു. അത് അതിനുശേഷം പോയി. അപ്പൊ ആ ഒരു വേദന, ആ ഒരു എപ്പിസോഡ് വരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതേ വഴിയുള്ളൂ. ചില സമയത്ത് നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുത്താലും ചിലപ്പോൾ അത് പോവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്നത് വരുന്ന സമയത്ത് ശരിക്കും നമ്മൾ വിചാരിച്ചു പോകും, ഇത് മരിക്കാനുള്ള ഒരു വേദനയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ശരിക്കും അങ്ങനെ ധരിച്ചു പോകും. അത്രയും കഠിനമായ ഒരു വേദനയാണ്. സാധാരണ എല്ലാവരും ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ സാധാരണ ആലോചിക്കുക, ക്യാൻസർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ തലച്ചോറിൽ വല്ല ട്യൂമർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ വേറെ വല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണോ, മാരക രോഗങ്ങളാണോ എന്നുള്ളതൊക്കെ ആലോചിച്ച് പലപ്പോഴും പല രീതിയിലുള്ള ടെസ്റ്റുകളും സ്കാനുകളും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ പ്രത്യേകിച്ച് റിസൾട്ടുകളോ അല്ലെങ്കിൽ ഫൈൻഡിങ്സോ ഉണ്ടാകില്ല. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു 90% അല്ലെങ്കിൽ 95% വരെ വരുന്നത് വെറും നമ്മുടെ ഈ ആമാശയത്തിൽ വരുന്ന ഒരു ഗ്യാസ്ട്രിക് ട്രബിൾ കാരണമാണ്. അപ്പോ അന്ന് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്, അതിന് വരാൻ കാരണമായിക്കൊണ്ട് ഞാൻ ചെയ്തത്, എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ലേറ്റ് ആയതിനു ശേഷം, ഞാൻ കുറെ യാത്ര ചെയ്ത് വന്നതിന് ശേഷം, വിശപ്പില്ല പക്ഷെ ഭയങ്കര ഒരു ക്രേവിങ് പോലെ ഉണ്ടായിരുന്നു. എനിക്ക് കഴിക്കാൻ തോന്നി. നല്ല ബിരിയാണി കണ്ടു, അപ്പൊ ബിരിയാണി കഴിക്കാൻ തോന്നി, കഴിച്ചു. അത് ദഹിച്ചില്ല. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് എനിക്ക് വന്നൊരു കാര്യമാണ്. അപ്പോ എനിക്കിതിനെ കുറിച്ച് അറിയുന്നത് കാരണമാണ് എനിക്ക് വയറ്റിലെ വേദനയും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ആർക്കും ഇതിന് ശ്രദ്ധ തിരിയില്ല. എപ്പോഴും ആ തലയിൽ ഉണ്ടാകുന്ന ആ വേദന മാത്രമേ ആൾക്കാർ ആലോചിക്കുള്ളൂ. അപ്പോ ശരിക്കും ഇങ്ങനെ മൈഗ്രെയിൻ വരുന്നവര് ഫസ്റ്റ് ആലോചിക്കേണ്ട കാര്യമാണ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വല്ലതും ഉണ്ടോ, നെഞ്ചരിച്ചിലുണ്ടോ, പൊളിച്ചതേറ്റിലുണ്ടോ, അല്ലെങ്കിൽ ശോധനക്കുറവുണ്ടോ, വയറ്റിൽ നിന്ന് കറക്റ്റായി പോവാത്തൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ആലോചിക്കണം. അപ്പോ ഇപ്പോൾ എല്ലാ പഠനങ്ങളും പറയുന്നത് എച്ച് പൈലോരി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ് ഈ ഒരു മൈഗ്രെയിൻ വരുന്നത്. അപ്പോൾ ഒരു ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എക്സാക്ട്ലി എന്താണ് കാരണം എന്നുള്ളത്. എന്ന് വെച്ചാൽ ഏത് ഞരമ്പിലാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇത് കൂടുതൽ സ്ട്രെച്ച് ആവുന്നത് കാരണമാണോ, അല്ലെങ്കിൽ ഈ എച്ച് പൈലോരി വേറെ എന്തെങ്കിലും കെമിക്കൽസ് അല്ലെങ്കിൽ ടോക്സിൻസ് ഉൽപാദനം നടത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ എച്ച് പൈലോരി എന്ന് പറയുന്ന നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന, നെഞ്ചരിച്ചിലെ പൊളിച്ചതേറ്റിലെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഇൻഫെക്ഷൻ തന്നെ, ഈ ഒരു ബാക്ടീരിയ തന്നെയാണ് എന്തിനും കാരണമാകുന്നത്, ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദനക്കും കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എച്ച് പൈലോരി ഓൾമോസ്റ്റ് എല്ലാവരുടെയും ശരീരത്തിലുള്ളതാണ്. നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് ശരിക്കും ഈ എച്ച് പൈലോരി എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ അളവിലിരിക്കണം. അതിന്റെ അളവിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് അത് ഗുണം ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് ഇത് ഭയങ്കരമായി ഒരു ഇൻഫെക്ഷൻ എന്ന നിലക്ക് പടർന്ന് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഭയങ്കരമായുള്ള ടെൻഷനുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ളവരാണെങ്കിൽ, സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ കൂടുതലാണെങ്കിൽ നന്നായി
ഇമ്മ്യൂണിറ്റി കുറയും. ഇത്രയും തന്നെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഞാൻ കണ്ടുവരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് സ്ട്രെസ് അല്ല, വെയിൽ കൊള്ളാത്തതാണ്. വിറ്റമിൻ ഡിന്റെ കുറവുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ഇമ്മ്യൂണിറ്റി കുറയുന്നതും പെട്ടെന്ന് തന്നെ ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ അളവിലും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ എച്ച് പൈലോറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ആമാശയാണ്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വന്ന് ഇതിലൂടെ വന്ന് ഇങ്ങോട്ട് വീണ് ഇവിടെ ദഹിച്ചതിന് ശേഷം നന്നായി ആസിഡിൽ കിടന്ന് ദഹിച്ചതിന് ശേഷം ഇതിലൂടെയാണ് കുടലിലോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഫുഡ് ഇങ്ങോട്ട് വന്ന് ഇതിലൂടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ടേക്ക് വീഴുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു സെൻസർ ഉണ്ട്. അത് അവിടെ ഉണ്ടാകുന്ന സെൽസ് എന്ത് ചെയ്യും? അവിടെ ജി സെൽസ് എന്ന് പറയുന്നത് കാണുന്നുണ്ടോ? ഇതിലോട്ട് ഫുഡ് വന്ന് വീഴുന്ന സമയത്ത് ഈ ജി സെൽസ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കും. ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാക്കും. ഈ എൻസൈം നമ്മുടെ രക്തത്തിലോട്ട് കയറി പതുക്കെ ഇതാ ഇങ്ങോട്ട് വരും. ഇവിടെ പി സെൽസ് എന്ന് കാണുന്നുണ്ടോ? ഇതിൽ നിന്നും HCl എന്ന് പറയുന്ന ആസിഡ് ഉൽപ്പാദിപ്പിക്കും. അപ്പൊ എന്തുണ്ടാകും? ഇവിടുന്ന് ഫുഡ് വരും. ഫുഡ് വന്ന് ഈ ഭാഗത്തോട്ട് വീഴുമ്പോൾ ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സിഗ്നലാണ്, ഒരു മെസ്സേജ് ഇങ്ങോട്ട് കൊടുക്കും. ആസിഡ് വേണം, ഫുഡ് എത്തിയിട്ടുണ്ട്, ആസിഡ് വേണം, ഇത് ദഹനം നടക്കേണ്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ആസിഡ് വന്ന് ദഹിപ്പിച്ച് കഴിഞ്ഞ് ഈ ഫുഡ് ഇതിലൂടെ കുടലിലോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് മറ്റൊരു സിഗ്നൽ വരുന്നത് ഈ ഡി സെൽസ് എന്ന് പറയുന്നതിലോട്ടാണ്. ഡി സെൽസിലോട്ട് വരുമ്പോൾ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന എൻസൈം വന്ന് എന്ത് ചെയ്യും? ഇതിന്റെ തൊട്ടടുത്തുള്ള സെൽസിനോട് പറയും മതിയായി, ദഹനം കഴിഞ്ഞിട്ടുണ്ട്, ഫുഡ് ഇവിടുന്ന് പോയി കഴിഞ്ഞു, ഇനി ആസിഡ് ഉൽപാദനം നിർത്താം എന്നുള്ളത് ആര് പറയും? ഈ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാസ്ട്രിൻ ആസിഡ് ഉണ്ടാക്കാൻ പറയും, സൊമാറ്റോസ്റ്റാറ്റിൻ ആസിഡിനോട് മതിയായി എന്ന് പറയും. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഒരു എച്ച് പൈലോറി, അപ്പോൾ സാധാരണ പലരും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മിക്കവാറും അറിയാത്ത ഒരു കാര്യമാണ്. അസിഡിറ്റി എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഇത് ഞാൻ പലപ്പോഴും പറയാൻ വിട്ടുപോകാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഞാൻ അറിയാതെ വിചാരിച്ചു പോകും, ആ പറയുന്നവർക്കും അതറിയാം എന്നുള്ള ഒരു ചെറിയൊരു തോട്ട് വരും. അപ്പൊ പലപ്പോഴും ഞാനിത് പറയാൻ വിട്ടുപോകാറുണ്ട്. പക്ഷെ അസിഡിറ്റി എന്ന് പറയുന്നത് 2 വിധത്തിലുണ്ട്. ഒന്ന് ഹൈപ്പർ അസിഡിറ്റി ആണ്, ഒന്ന് ഹൈപ്പോ അസിഡിറ്റി ആണ്. എന്ന് വെച്ചാൽ ആസിഡ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. പക്ഷെ സാധാരണ നമ്മളിപ്പോ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഒരു ഫാർമസിയിൽ പോയിട്ട് അസിഡിറ്റിക്ക് ഗുളിക തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് തരാ? ഏറ്റവും കൂടുതൽ കൺവെൻഷണൽ മെഡിസിനിൽ ആകെ ഒന്നേ ഉള്ളൂ, ആന്റാസിഡ് എന്ന് പറയുന്നത്. ആസിഡ് കൂടുതലുള്ള ആസിഡിനെ കുറക്കാനുള്ള മരുന്നാണ് നമുക്ക് തരാം. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 50-50 ചാൻസ് ആണ്. നമ്മളത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവർക്ക് കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. അപ്പോൾ കൂടുതലുള്ളവർക്ക് തീർച്ചയായും അതിലൊരു സുഖം ഉണ്ടാവും. ഇനി അങ്ങനെയല്ല, ആസിഡ് കുറഞ്ഞതാണ് പ്രശ്നമെങ്കിൽ ഈ ആന്റാസിഡ് വീണ്ടും കഴിക്കുമ്പോൾ തീരെയും ഇല്ലാതാവും, ആസിഡ് ഇല്ലാതാകും, ഭയങ്കര വലിയ പ്രശ്നമാണ്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആസിഡ് കൂടിയാലും ശരി ആസിഡ് കുറഞ്ഞാലും ശരി ഒരേ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. പുളിച്ചു തേട്ടുന്നത്, നെഞ്ചെരിച്ചില്, അമിതമായ വിശപ്പ്, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് വേർതിരിക്കാൻ പറ്റില്ല. പറയുന്നത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേർതിരിക്കാൻ പറ്റില്ല. പക്ഷെ മോസ്റ്റ്ലി നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുറെ നേരം അങ്ങനെ നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിശപ്പില്ല, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ആസിഡിന്റെ കുറവാണുള്ളത്. അപ്പൊ ആസിഡ് കഴിക്കാതിരിക്കുന്നതാണ് അവർക്ക് ആശ്വാസം. ആസിഡ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും വിശപ്പൊക്കെ തോന്നുന്നുണ്ടാവുക.
അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂസിങ് കാര്യമാണ്. അതിനുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് അല്ലെങ്കിൽ സിമ്പിൾ ടെസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും ബേക്കിംഗ് സോഡ ടെസ്റ്റ് എന്ന് പറയാറില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ ആണ്, ആസിഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് രണ്ടും പിന്നെ ചേരുന്ന സമയത്ത് ഗ്യാസ് ഉണ്ടാകും, അപ്പോൾ ഏപ്പം വരും. അപ്പോൾ അതിന്റെ ടൈമിംഗ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ആൾക്ക് ദഹനം കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആസിഡ് കുറവുള്ളവർക്ക് ആന്റാസിഡ്സ് കഴിക്കുകയല്ല വേണ്ടത്. അവർക്ക് ദഹനം ഇനിയും നന്നായി നടക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആപ്പിൾ സിഡർ വിനെഗർ കുടിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. അതല്ലെങ്കിൽ നന്നായി കഴിക്കുന്ന ഫുഡിലൊക്കെ നന്നായി ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കണം. അപ്പൊ സാധാരണ അസിഡിറ്റി ഉള്ളവർക്കൊക്കെ ഇതെല്ലാം ഒഴിവാക്കണം എന്ന് പറയും, പക്ഷെ എല്ലാവർക്കും അല്ല. അപ്പോൾ അത് ഉറപ്പുവരുത്തണം. ആസിഡ് കൂടിയതാണോ പ്രശ്നം, ആസിഡ് കുറഞ്ഞതാണോ പ്രശ്നം എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇതുപോലെയുള്ള ടാബ്ലറ്റ്സ് എടുക്കാൻ. അതേപോലെ ഹൈപ്പോ അസിഡിറ്റി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ബാരിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തോൽ എന്ന് പറയുന്നത് ഒരു ബാരിയറാണ്. നമ്മുടെ മൂക്കിനുള്ളിലുള്ള രോമങ്ങൾ ഒരു ബാരിയറാണ്, അല്ലെങ്കിൽ ആ ഒരു മ്യൂക്കസ് എന്ന് പറയുന്നത്, ആ ഒരു കഫം എന്ന് പറയുന്നതൊക്കെ ഒരു ബാരിയറാണ്. എന്തിൽ നിന്നും? പുറത്തു നിന്നും വരുന്ന പൊടിപടലങ്ങളാണെങ്കിലും ശരി, മറ്റുള്ള ബാക്ടീരിയ, മറ്റുള്ള അണുക്കളാണെങ്കിലും ശരി, നമ്മുടെ ശരീരത്തിലോട്ട് കടക്കാതിരിക്കാനുള്ള ഒരു ബാരിയർ, ഒരു തടസ്സമാണ്. അതേപോലെ ഒരു വളരെ പവർഫുൾ ആയ ഒരു തടസ്സമാണ് നമ്മുടെ ആസിഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഒട്ടനേകം പിന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. പിന്നെ ഫംഗൽ സ്പോർസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള ബാക്ടീരിയകൾ ഉണ്ടാവാം. അപ്പൊ ഇതിനൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആസിഡ് ഇല്ലാതെ വരുന്ന സമയത്ത്, ആസിഡ് കൂടിയാൽ ഓക്കെ, വലിയ കുഴപ്പമില്ല. പക്ഷെ ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് വരും. അപ്പോ ഇതുപോലെ നമ്മുടെ ഫുഡ് ദഹിക്കാതെ, ഇവിടെ നിന്നും ദഹിക്കാതെ ഉള്ളിലോട്ട് പോയി കുടലിലോട്ട് പോയി കെടുക്കുന്ന സമയത്ത് കുടലിൽ നിന്നും വീണ്ടും വേറൊരു ഇൻഫെക്ഷൻ വരും. അത് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ വൈറൽ, എങ്ങനെയാണെങ്കിലും ഏത് ഒരു തരത്തിലുള്ള അണുക്കളും വന്നിട്ട് അതിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തിൽ അലർജികൾ വരുന്നത്. അലർജികളോ അല്ലെങ്കിൽ വാതരോഗം അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളിൽ വെള്ളപ്പോക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ താരൻ ഉണ്ടാകും, അല്ലെങ്കിൽ വായ്നാറ്റം ഉണ്ടാകും, മോശമായൊരു സ്മെല്ല് ഉണ്ടാകും, അല്ലെങ്കിൽ നാക്കില് ഒരു വെള്ള കളറിലുള്ള ഒരു പാട പോലെ കിടക്കുന്നുണ്ടാകും. പിന്നെ ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ഞാൻ മുന്നേ കരുതിയിരുന്നത് ഇതുപോലെ പിന്നെ ദഹനം നടക്കുന്നില്ലെങ്കിൽ അവരുടെ ശരീരങ്ങളൊക്കെ മെലിഞ്ഞിരിക്കും എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ പ്രാക്ടീസിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദഹനം കുറവാണെങ്കിൽ നന്നായി തടിക്കുവാനും ഉള്ള ഒരു വലിയൊരു ചാൻസ് ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത് ഓരോരുത്തരോടും നമ്മൾ ഓരോന്നും ചോദിച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് വേണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള അപ്പോ ദഹിക്കാതെ ഫുഡ് കുടലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും ഉണ്ടാകുന്ന ഇൻഫെക്ഷനിൽ നിന്ന് നമ്മുടെ ശരീരം ഈ ഇൻഫെക്ഷനെ തടയാൻ വേണ്ടി ഒരു കാര്യം ഉണ്ടാക്കും, IgE എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IgA എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഭയങ്കര ഒരു പേടിയിലായിരിക്കും. ഒരു പേടിയിലും അതേപോലെ ഭയങ്കര ഹൈപ്പർ റിയാക്റ്റീവ് ആയിരിക്കും, ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും, ഹൈപ്പർ റിയാക്റ്റീവ് ആയിരിക്കും. കാരണം ശരീരത്തിന് അറിയാം ഇമ്മ്യൂണിറ്റി കുറവാണ്, ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്കത് വലിയൊരു പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ടാണ് അലർജികളൊക്കെ കൂടുതലുള്ളത്. ഇപ്പോൾ ഒരു സാധാരണ ആർക്കും അങ്ങനെ പെട്ടെന്ന് ഒരു പൊടിയെടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തുമ്മലോ ചീറ്റലോ ഒന്നും ഉണ്ടാകില്ല. പക്ഷെ ഇതുപോലെയുള്ളവർക്ക് അലർജി IgE എന്ന് പറയുന്നത് രക്തത്തിൽ കൂടുതലാണ്, ശരീരത്തിൽ കൂടുതലാണെങ്കിൽ ഇതുപോലെയുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ റിയാക്ടിവിറ്റി ശരീരത്തിൽ കാണിക്കും. അതുകൊണ്ടാണ് അലർജി ഉള്ളവരോട് IgE ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും IgE ചെക്ക് ചെയ്യണം. അതേപോലെ ഈസിനോഫില് ചെക്ക് ചെയ്യണം. അതേപോലെ മറ്റൊന്ന് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ദഹനക്കുറവുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് നോക്കേണ്ട കാര്യം. കാരണം നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് കഴിക്കുകയാണ്, സ്റ്റെറോയിഡ്സ് കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ IgE ബ്ലോക്കേഴ്സ് കഴിക്കുകയാണെങ്കിലും ഇപ്പോ സിട്രസീന്, ലീവോസിട്രസീൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചാലും ഇതൊക്കെ താൽക്കാലിക ആശ്വാസങ്ങളാണ്. അപ്പോൾ അങ്ങനെ കഴിച്ച് ഈ IgE ബ്ലോക്ക് ചെയ്ത് വെച്ചാലും ഇപ്പോഴും ഇവിടുന്ന് ഇൻഫെക്ഷൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ
മരുന്ന് കഴിച്ച് IgE ബ്ലോക്ക് ആവും കുറച്ച് നേരത്തേക്ക്. പക്ഷേ ഈ ഇൻഫെക്ഷൻ ഉള്ളത് കാരണം ശരീരം വീണ്ടും IgE ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. മനസ്സിലാവുന്നു. അപ്പോ ഈ ഇൻഫെക്ഷൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ ശരീരം IgE ബോഡീസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായും ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻസ് കഴിക്കണം. പക്ഷെ അതേ സമയം ഈ ഇൻഫെക്ഷനെ ഇല്ലാതാക്കുന്ന മെഡിസിൻസും കഴിക്കണം. അതോടൊപ്പം ഈ അൺഡൈജസ്റ്റ് ആകാത്ത ഫുഡ് എവിടെ നിന്നാണ് വന്നത്? സ്റ്റമക്കിൽ നിന്നാണ് വന്നത്, ആമാശയത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ആസിഡിറ്റി ഇഷ്യൂസും സോൾവ് ചെയ്യണം. അതോടൊപ്പം ആസിഡിറ്റി ഇഷ്യൂസിന് കാരണമായ H. പൈലോറി എന്ന് പറയുന്ന ഇൻഫെക്ഷനും മാറ്റണം. H. പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടാകുവാൻ കാരണമായ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതിന് കാരണമായ നിങ്ങളുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ വിറ്റമിൻ D കുറവാണെങ്കിലോ അതും നമ്മൾ പരിഹരിക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അപ്പോ പറഞ്ഞു വന്നത്, ഇപ്പോ H. പൈലോറി എന്ന് പറയുന്നത് ഹൈപ്പർ അസിഡിറ്റിക്കും കാരണമാണ്, ഹൈപ്പോ അസിഡിറ്റിക്കും കാരണമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ നിന്നാണ് ഗ്യാസ്ട്രിൻ ഉണ്ടാകുന്നത്. ഗ്യാസ്ട്രിൻ ഉണ്ടായാൽ കൂടുതൽ ആസിഡ് ഉണ്ടാകും. ഇവിടെ നിന്നാണ് സൊമാറ്റോസ്റ്റാറ്റിൻ ഉണ്ടാകുന്നത്. സൊമാറ്റോസ്റ്റാറ്റിൻ കൂടുതൽ ഉണ്ടായാൽ ആസിഡ് നിർത്തും. അപ്പോ ഈ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ബാക്ടീരിയ വന്ന് എവിടെ കൂടും എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. നമുക്കത് അതിൽ കൺട്രോൾ ഇല്ല. നമ്മളിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്യണം. ഈ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 50-50 ചാൻസ് ആണ് അല്ലെ? ഈ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പൊ അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ആമാശയത്തിനുള്ളിൽ ഈ ഒരു ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഇവിടെ കൂട് കൂട്ടണമോ താഴെ കൂട് കൂട്ടണമോ അല്ലെങ്കിൽ മേലെ കൂട് കൂട്ടണമോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. പക്ഷെ താഴെ കൂട് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആ കോശങ്ങൾ എപ്പോഴും സ്റ്റിമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും ഭക്ഷണം വന്ന് വീണ പോലെ ആയിരിക്കും. അപ്പോ വെറുതെ എന്തുണ്ടാകും? ഗ്യാസ്ട്രിൻ ഉണ്ടാകും. വെറുതെ ഗ്യാസ്ട്രിൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഫലമായി ആസിഡ് ഉൽപാദനം കൂടുതലായിരിക്കും. ഫുഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആസിഡ് കൂടുതലായി ഇവിടെ കിടക്കുന്നുണ്ടാകും. അതേപോലെ തന്നെയാണ് ഇവിടെ കൂട് കൂട്ടിയാലും ഉണ്ടാകുന്നത്. D സെൽസ്, സൊമാറ്റോസ്റ്റാറ്റിൻ കൂടുതലായി കഴിഞ്ഞാൽ ആരോട് പിന്നെ നിർത്താൻ പറയും? HCl. അപ്പൊ ഫുഡ് വന്ന് വീണ് കഴിഞ്ഞാലും ശരി അത്യാവശ്യത്തിന് ആസിഡ് ഉണ്ടാകില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാണാറുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ ഈ ഒരു പിന്നെ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത്, ആസിഡ് കുറവാകുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുമ്പോഴാണ്. മുട്ട കഴിക്കുമ്പോൾ പുളിച്ചു തേട്ടുന്നത്, അല്ലെങ്കിൽ ബീഫ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ മട്ടൻ കഴിക്കുന്ന സമയത്ത്, ചിക്കൻ കഴിക്കുന്ന സമയത്ത് അതൊന്നും പറ്റാറില്ല. മീൻ കഴിക്കുമ്പോൾ ഒക്കെ പുളിച്ചു തേട്ടോ എന്ന് പറയാറില്ല. അപ്പൊ അതൊന്നും നടക്കുന്നില്ല, ദഹനം നടക്കുന്നില്ല. നിങ്ങൾക്ക് സിമ്പിളായ സൊല്യൂഷൻ, ഏറ്റവും സിമ്പിളായ സൊല്യൂഷൻ, ആ കഴിക്കുന്നതിൽ നന്നായി ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കുക. അതോടൊപ്പം നന്നായി കഫക്കെട്ടുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭയങ്കരമായി കഫം അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തെന്നെ ചെയ്തിട്ടും മാറുന്നില്ല. അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇതുപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ഇതുപോലെ പുളിച്ച് തികട്ടുന്ന സമയത്ത് ഈ ആസിഡ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. നമ്മുടെ വിരൽ ആ ഒരു ആസിഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വിരൽ തിരിച്ചു കിട്ടില്ല, ദ്രവിച്ചു പോകും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ആസിഡാണ്. അപ്പൊ ഈ ആസിഡ് നമ്മുടെ അന്നനാളത്തിലോട്ട് പുളിച്ച് തേട്ടുന്ന സമയത്ത് അന്നനാളം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരം അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അവിടെ നന്നായി കഫം പൊതിയുന്നത്, അവിടെ നന്നായി മ്യൂക്കസ് ലെയർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു കഫത്തെ മാറ്റിയെടുക്കും. അപ്പോ ഇതിനുള്ള ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്നും ഇതുപോലെയുള്ള മഞ്ഞളോ അല്ലെങ്കിൽ കരിഞ്ജീരകം അല്ലെങ്കിൽ കുരുമുളക് എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇഞ്ചി, നന്നാരി വേര്, ഇതിലൊക്കെ നല്ല 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 മോളിക്യൂൾസ് ഉണ്ട്. ഇതൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്നും ഒരു ആന്റി ബാക്ടീരിയൽ ആയിട്ട് ഉള്ള ഒരു നല്ലൊരു മെഡിസിൻ ആണെന്നും പറയാം. ഒരു നാച്ചുറൽ റെമഡി, ഒരു ഹോം റെമഡി എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടെർമറിക്, അതേപോലെ ജിഞ്ചർ, മറ്റുള്ളതൊന്നും നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ല. എന്നാലും വീട്ടിൽ നമുക്ക് നാട്ടിൽ വളരെ
പിന്നെ ഈസി ആയി ലഭ്യമാകുന്ന ഒരു കാര്യമാണ് കരിഞ്ജീരകം, അതേപോലെ കുരുമുളക്, മഞ്ഞള്, ഇഞ്ചി, ചുക്ക് എന്ന് പറയുന്നതൊക്കെ, പിന്നെ നന്നാരി വേര്, ഇതൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഡെയിലി ഇതെല്ലാം പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഈ ഇൻഫെക്ഷനിൽ നിന്നും നന്നായി സഹായിക്കും. അതേപോലെ ഈ ഓവറായിട്ട് ആസിഡ് ഉണ്ടാക്കുന്നതിൽ നിന്നും സഹായിക്കും. അതേപോലെ അവിടെ ഉണ്ടാകുന്ന ഈ ഭാഗത്ത് ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഇൻഫ്ലമേഷൻസിനെ സബ്സൈഡ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യം കൂടെയാണ് ഇത്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റും ഇതിന് ഏറ്റവും നല്ല ഡയറ്റാണ്. അതോടൊപ്പം തന്നെ നന്നായി പ്രോബയോട്ടിക്സ് കഴിക്കാം. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് നല്ല ബാക്ടീരിയകൾ കഴിക്കാം. ലാക്ടോ ബാസിലസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ബിഫിഡോ ബാക്ടീരിയ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല നല്ല സംരക്ഷണം തരുന്ന ഒരു കാര്യമാണ്. ഈ നല്ല ബാക്ടീരിയകൾ എന്ത് ചെയ്യും? എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭയങ്കരമായുള്ള ആസിഡ് ഉള്ള അസിഡിക് എൻവയറമെന്റിൽ നല്ല ബാക്ടീരിയകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മോശമായതിന് ആസിഡിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും, ഒരു ഗ്ലാസ്സിൽ വെള്ളം മാത്രം എടുത്ത് അതിലൊരു ക്യാരറ്റ് ഇട്ട് വെച്ചാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ എന്താവും? ഈ വെള്ളത്തിനുള്ളിൽ ഈ ഇട്ട് വെച്ച ക്യാരറ്റ് എന്താകും? ഒരു 2 ആഴ്ച ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും? പറയാൻ പറ്റുമോ? എന്ത് പറ്റും? ചീഞ്ഞു പോകും. അത്രയേ ഉള്ളൂ. ഇനി ഇതേ വെള്ളത്തിൽ തന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഇട്ടു, കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു, കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തായി? കേടുവരാതിരിക്കും. എന്തുകൊണ്ടാണ്? ഈ വെള്ളത്തിനെ നമ്മൾ അസിഡിക് ആക്കി മാറ്റി, അല്ലേ? അസിഡിക് ആക്കിയതല്ലേ ഇപ്പൊ ചെയ്തത്? അപ്പോ എപ്പോഴും മനസ്സിലാക്കുക. അപ്പോഴും എന്ത് നടക്കുന്നുണ്ട്? അതിൽ ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയ ഇല്ലാത്ത ഒരു ലോകം ആലോചിക്കേണ്ട. പക്ഷെ അതിൽ നല്ലതുകൊണ്ട് മോശമായതുകൊണ്ട് ഇതിലുണ്ടാകുന്ന കാരണം. പിന്നെ നമ്മൾ ആ ഒരു 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞിട്ട് ആ ഒരു ക്യാരറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ക്യാരറ്റ് എടുത്ത് അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാകില്ല? മധുരം ഉണ്ടാകില്ല. അതിലത്തെ മധുരമൊക്കെ എങ്ങോട്ട് പോയി? ഇല്ല, അതിലുള്ള ബാക്ടീരിയ കഴിച്ചു. ലാക്ടോബാസിലസ് ഗ്രൂപ്പുകൾ, നല്ല ബാക്ടീരിയകൾ അത് കഴിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നല്ല ബാക്ടീരിയകൾ കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്യുന്നില്ല. അപ്പോ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും നല്ല ബാക്ടീരിയകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനുള്ള നല്ല ഒരു വഴിയാണ് ഈ പറയുന്ന മോരും വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കുന്നത് ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എപ്പോഴും വിറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. വിറ്റമിൻ സി നല്ലൊരു ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്. അതേപോലെ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഫുഡുകളിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഷുഗറുകൾ മാറ്റി വെക്കുക. കാരണം ഷുഗറുകൾ എന്ന് പറയുന്നത് എപ്പോഴും മോശമായ ബാക്ടീരിയകളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഷുഗർ. മാത്രമല്ല നമ്മുടെ ശരീരത്തെ പോലും അതിന്റെ ഒരു ഇമ്മ്യൂണിറ്റി കുറച്ച് വെക്കുന്ന ഒരു സാധനമാണ് ഷുഗർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ മൈഗ്രെയിനും തീർച്ചയായും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ മൈഗ്രെയിന് ഈ ഒരു ഇൻഫെക്ഷൻ മാറുന്നത് വരെ ഇടയ്ക്ക് ചിലപ്പോൾ മൈഗ്രെയിൻ വന്നെന്ന് വരാം. ആ ഒരു സമയത്ത് നിങ്ങൾ പിന്നെ പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുത്താൽ മതിയാകും. അപ്പോൾ ഇതാണ് ഒരു നല്ലൊരു റെമഡി എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ എടുക്കാൻ പറ്റില്ല? ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ പറ്റില്ല. ഇതൊക്കെ ഇൻ ദി എൻഡ് ഇതൊക്കെ എന്താണ്? കെമിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. നമുക്കിത് കാഴ്ചയിലും നമുക്ക് ടേസ്റ്റിലും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടെ ഉള്ളിലുള്ളതൊക്കെ ഒരേപോലെയാണ്. കെമിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ നമ്മള് ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാല് സുക്രോസും ഗ്ലൂക്കോസും ഫ്രക്ടോസും ലാക്ടോസും ഇതൊക്കെ ഷുഗേഴ്സ് ആണ്. ഇതിൽ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന് ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വെയിൽ കൊള്ളുമ്പോൾ അലർജി ഉണ്ടാകുന്നത് അതാണ്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ദഹിക്കാതെ ഭക്ഷണം എടുക്കുന്ന സമയത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകും കുടലിനുള്ളിൽ. അപ്പൊ IgE ബോഡീസ് എലവേറ്റഡ് ആയിരിക്കും.
IgE ബോഡീസ് എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ മൂല കാരണം. ഓക്കെ, ഇതിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും അലർജികൾ ഉണ്ടാകാം. IgE എന്ന് പറയുന്നത് ഒരു 150 ഒരു മാക്സിമം നമുക്ക് ഉണ്ടാകേണ്ടത്. അതിലും കൂടിക്കഴിഞ്ഞാൽ 300 ആവാം, 400 ആവാം, 1000 ആവാം, 2000 ആവാം, 3000 ആവാം, 10,000 ആവാം. ഇതൊക്കെ എന്താണ്? ഇതിൽ നിന്നും ഉണ്ടാകുന്നതാണ് മറ്റുള്ള എല്ലാം. നിങ്ങൾ ചിലപ്പോൾ സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ സോറിയാസിസും അലർജിയുടെ ഒരു വലിയ പതിപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് തമ്മിൽ വലിയ വ്യത്യാസമല്ല. സോറിയാസിസ് ആണെങ്കിലും ശരി, എക്സിമ ആണെങ്കിലും ശരി, തുമ്മലും ചീറ്റലും സൈനസൈറ്റിസും ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി, അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന അലർജി, അല്ലെങ്കിൽ ചൊറിച്ചില്, ഇതൊക്കെ ഒന്നിൽ നിന്നുണ്ടാകുന്നതാണ്. അതുമല്ലാതെ മറ്റൊരു കാരണം ദഹനക്കുറവല്ലെങ്കിൽ മറ്റൊരു വലിയ റീസൺ ആണ് വിരശല്യം എന്ന് പറയുന്നത്. അതും പക്ഷെ കുടലിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണിത്. കുടലിൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ ഫംഗൽ ഇൻഫെക്ഷൻസോ പാരസൈറ്റിക് ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റുക, ശരീരത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, ഇമ്മ്യൂണിറ്റി നന്നായി കൂട്ടുക, മറ്റുള്ള സിംറ്റംസ് ഒക്കെ. ഡസ്റ്റ് അലർജി എന്ന് പറയുന്നത് ഒരു സിംറ്റം, ഒരു ലക്ഷണമാണ്, അത് രോഗമല്ല. അതൊക്കെ മാറി പോകുന്നതാണ്. പുളിയുള്ള തൈരും മറ്റൊക്കെ കഴിക്കുമ്പോൾ സാധാരണഗതിയില് ഈ ആസിഡിറ്റി കൂടാണെന്നാണല്ലോ പറയുന്നത്. നമ്മൾ തൈരാണല്ലോ പ്രിഫർ ചെയ്യുന്നത്, എന്തുകൊണ്ടാ? അതാണ് പറയുന്നത്, വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മള് ഇപ്പൊ അസിഡിറ്റി ഉള്ള എല്ലാവർക്കും ഞാൻ പറഞ്ഞു, അസിഡിറ്റി 2 തരത്തിലുണ്ട്. ഇനി അങ്ങനെ ഉള്ളവരിൽ തന്നെ വളരെ റെയർ ആയിട്ടാണ് ഈ തൈരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോ എല്ലാവർക്കും ബാധകമല്ല. അത് ആർക്കാണോ അങ്ങനെ അലർജി ഉള്ളത് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് അവര് മാത്രം അത് മാറ്റി വെച്ചാൽ മതിയാകും. അല്ലെങ്കിൽ വളരെ നല്ല ഫുഡാണ് തൈര്. തൈരും കൂടി കഴിച്ച വിരുദ്ധാഹാരമല്ലേ? അത് ഈ ഇങ്ങനെ അസിഡിറ്റി നോക്ക്, ഈ അസിഡിറ്റി ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത്. വിരുദ്ധാഹാരം എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും വിരുദ്ധാഹാരമാവാം. ചെമ്മീനാവാം, മഷ്റൂം ആവാം, നട്ട്സ് പോലും വിരുദ്ധാഹാരമായി മാറുന്ന IBS ഉണ്ട്. അപ്പോ ഈ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് നോക്കി, ഞാൻ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ തൈരില്ലാതെ എൻ്റെ ഫുൾ ടൈം മീൽസിൽ ഒന്നെങ്കിൽ മീൻ ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, രണ്ടിൻ്റെയും കൂടെ തൈരും ഉണ്ടാവും. ഇതൊക്കെ ഞാൻ എപ്പോഴും കൂട്ടി തന്നെയാണ് ഞാൻ കഴിച്ചിരുന്നത്. ഇപ്പോഴാണെങ്കിലും എൻ്റെ പേഷ്യൻസിനാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്തായാലും 100,000 പേരിലധികം ആവാൻ പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കഴിക്കുന്നത് ഇതേ തന്നെയാണ്. മീറ്റിന്റെ കൂടെ തൈരും കൂടെ കഴിക്കുന്നുണ്ട്. ഇതില് തൈര് പ്രശ്നമായി വന്നിട്ടുള്ളത് വെറും ഹാൻഡ്ഫുൾ പീപ്പിളാണ്. ചിലപ്പോൾ 10 പേര് അല്ലെങ്കിൽ 15 പേരൊക്കെ മാത്രമേ ഇതുപോലെ തൈര് പറ്റുന്നില്ല, അല്ലെങ്കിൽ പുളിച്ചു തേട്ടുന്നുണ്ട്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നത് ഇത്രയും പേരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രമാണ് അത് മാറ്റി വെക്കേണ്ടത്. ഇത് എല്ലാവർക്കും ബാധകമല്ല, വിരുദ്ധാഹാരമല്ല. ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ? ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷെ ഇപ്പൊ ഉള്ള ഫ്രൂട്ട്സിലൊക്കെ ഭയങ്കര മധുരത്തിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. പക്ഷെ തീർച്ചയായും ഇതുപോലെ ഈ ഒരു അസിഡിറ്റി ഇഷ്യൂസിന് വിറ്റമിൻ സി വളരെ നല്ലതാണ്. പക്ഷെ ചില സമയത്ത് പിടിച്ചതായിട്ടുള്ളവർക്ക് ഓറഞ്ച് കഴിച്ചാൽ ഇതൊരു ബുദ്ധിമുട്ടാകും. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തവർക്ക് തീർച്ചയായും ഓറഞ്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. ഒരു ദിവസം 1-2 ഓറഞ്ച് കഴിച്ചാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് എടുത്താലും മതി, വിറ്റമിൻ സിന്റെ ടാബ്ലറ്റ്സ് എടുത്താലും മതി. നല്ലൊരു എച്ച് പൈലോരി എന്ന് പറയുന്നതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത്. ഞാന് മൈഗ്രെയിനും തൈറോയിഡും PCOD ഉള്ളൊരു പേഷ്യന്റാണ്. ഇത് തമ്മിൽ ഈ 3 അസുഖം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും PCOD ഉണ്ട്, 2 വർഷമായിട്ട്. തൈറോയിഡ് വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ 2 തരത്തിൽ വരാം. ഒന്ന് ഫാറ്റി ലിവർ കാരണം വരാം, മറ്റൊന്ന് ഈ അലർജി എന്ന് പറഞ്ഞില്ലേ, ഈ IgE ബോഡീസ് ഉണ്ടാകുന്നില്ലേ ഈ ഒരു ഇൻഫെക്ഷൻ കാരണം, കുടലിലുള്ള ഇൻഫെക്ഷൻ കാരണം. അതേപോലെ കുടലിലുള്ള ഇൻഫെക്ഷൻ കാരണം തന്നെ anti-TPO ATG എന്ന് പറയുന്ന 2 ബോഡീസും ഉണ്ടാകും. അപ്പോ ഇതുണ്ടാകുമ്പോഴും നമ്മൾ എന്തിനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അപ്പൊ ആന്റിബോഡീസ് നിങ്ങൾ തീർച്ചയായും ടെസ്റ്റ് ചെയ്യണം. തൈറോയിഡ് ഉണ്ടെങ്കിൽ അത് പിന്നെ തൈറോയിഡ് പ്രൊഫൈൽ മാത്രമല്ല, anti-TPO ATG എന്ന് പറഞ്ഞതും നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം.
ഈ ആന്റി TPO ATG എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ടത് വയറിന്റെ പ്രശ്നം തന്നെയാണ്. വയറിനുള്ളിലുള്ള ദഹനക്കുറവാകാം, അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ പാരസിറ്റിക് ഇൻഫെക്ഷൻസ് വിരശല്യമാവാം. ഡോക്ടർ ഈ ആപ്പിൾ സിഡർ വിനീഗർ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പല്ലിൽ തട്ടാതെ നോക്കിയാൽ മതി. സ്ട്രോ വെച്ച് കുടിക്കുക. അപ്പൊ ആസിഡ് ലെവൽ കൂടിയ കുഴപ്പമില്ലേ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് 1 month കൂടുതലൊക്കെ എടുക്കുമ്പോൾ? ആസിഡ് കുറവാണെങ്കിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ആസിഡ് കൂടുതലാണെങ്കിൽ ഉള്ളവർക്കാണ് ശരിക്കും ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ. നോർമൽ ആണെങ്കിലും ബിലോ നോർമൽ ആണെങ്കിലും ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി ഇപ്പം 1 month പ്ലസ് 1 week ഞാനിപ്പോ 1 മാസവും 1 week ആയി ശരിക്കും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ അങ്ങനെ കാണുന്നില്ല. ഞാനിപ്പം മറ്റേ തസ്നീമിനോടും പറഞ്ഞിരുന്നു, എനിക്കൊരു 2 kilos ആണ് ഇതുവരെ കുറഞ്ഞിരിക്കുന്നത്. 1 month കഴിഞ്ഞൊരു 1 week കൂടെ ആയി. ഇപ്പം ഞാൻ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. മാഡമിന് ദഹനക്കുറവ് ഉണ്ടാകാം. അപ്പൊ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ആപ്പിൾ സിഡർ വിനെഗർ കുടിച്ചാൽ മതി കേട്ടോ. അല്ല, അത് കുടിക്കുന്നു ഞാനിപ്പം ഓൾമോസ്റ്റ് 30 days ആയി. അങ്ങനെ കുറയാതിരിക്കുന്നുണ്ടോ ആർക്കെങ്കിലും ഇതുപോലെ? വിറ്റമിൻ ഡി ചെക്ക് ചെയ്തതാണോ? വൈറ്റമിൻ ഡി ഞാൻ ടാബ്ലറ്റ് ഓൾറെഡി എടുക്കുന്നുണ്ട്, കുറവായതുകൊണ്ട്. അത് ഓൾറെഡി ടാബ്ലറ്റ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ ഡയറ്റ് തുടങ്ങിയപ്പോഴേ. അപ്പൊ കുഴപ്പമില്ല, ഇതുപോലെ തുടർന്നോളൂ, എന്തായാലും കുറഞ്ഞോളൂ കേട്ടോ. വളരെ സോറി, എനിക്ക് ഇപ്പൊ ടൈം ആയതുകൊണ്ടാണ്. ഈ ഒരു മാസം ആയതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇത്രയും നേരം കൂടെ ഇരുന്ന് ഈ ഒരു ക്ലാസ് കേട്ടതിനും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചതിനൊക്കെ താങ്ക് യു. അടുത്ത ആഴ്ച നമുക്ക് കാണാം. ആർക്കെങ്കിലും ഞാൻ ഡൗട്ട്സ് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ ഡയറ്റ് ട്രെയിനറുടെ അടുത്ത് ഒരു വോയിസ് നോട്ട് അയച്ചാൽ മതിയാകും. ഞാനല്ലെങ്കിൽ എൻ്റെ മറ്റു ഡോക്ടേഴ്സ് അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. താങ്ക് യു എവരി വൺ. ഗുഡ് നൈറ്റ്.